ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ അടുത്തുള്ള കണ്ടത്തിലെ കൊയ്ത്ത് നടക്കുകയാണ്. ദേ അവിടെ നിറയെ മുണ്ടികളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മുണ്ടി പറയുന്നതെന്ന് വേറെ പേരൊക്കെയുണ്ട്. ഇംഗ്ലീഷിൽ ക്രെയിൻ എന്നാണ് പറയുന്നത്. വേറെ പേര് നിങ്ങളുടെ നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ നാട്ടിൽ മുണ്ടി എന്നാണ് പറയുന്നത്. ദേ കണ്ടോ, കുറേ ഇഷ്ടം പോലെ മുണ്ടികളുണ്ട് അവിടെ. കൊയ്ത്ത് മിഷൻ കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് ദൂരെ നിന്നാണ് കാണുന്നത്. ഇപ്പം ഞാൻ അവിടെ അടുത്ത് പോയിട്ട് ആദ്യമായിട്ട് കണ്ടു. കണ്ടോ, ഇത് ഒരു ടാങ്ക് കണ്ടോ, അതിനകത്ത് ഇങ്ങനെ നെല്ല് നിറയും. ഒരു വെള്ള പൈപ്പ് കണ്ടോ, ആ ഒരു വെള്ള പൈപ്പിൽ നിന്നാണ് നെല്ല് വീഴുന്നത് താഴോട്ട്. അത് നെല്ല് കൊണ്ടിടാൻ പോവാണേ. അങ്ങ് ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് അവിടെ നെല്ല് ഇങ്ങനെ കൂട്ടി വെക്കും. കണ്ടോ, കൊണ്ടിടാൻ പോവാണ്. അവിടെ കൊണ്ടിട്ടിട്ട് വീണ്ടും വരും. കണ്ടോ, ഒരു പുറകിലൊരു ബ്ലാക്ക് കളറുള്ള സ്ഥലം കണ്ടോ, അവിടെ നിന്നാണ് ഇങ്ങനെ കച്ചി വീഴുന്നത്. വീണ്ടും വന്ന് നെല്ല് കൊണ്ടിട്ടിട്ട് വീണ്ടും വന്നു. പിന്നെ ഇവിടെ കൊയ്യാണ്. കൊയ്ത് തീർന്ന സ്ഥലത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ആ ചേട്ടന് പൊടി അടിക്കാതിരിക്കാനാണ് തുണി കെട്ടിയേക്കുന്നത്. ഉണ്ടോ, ഒരു കറുത്ത സ്ഥലം കണ്ടോ, അത് വെയിലടിക്കാതിരിക്കാനാണ്. കണ്ടോ, നിങ്ങളിങ്ങനെ അടുത്ത് നിന്നിട്ടാണോ കണ്ടത് അതോ ദൂരം നിന്നിട്ടാണോ കണ്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, പാടുള്ള സമയത്ത് ഇവരിങ്ങനെ പുറകോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് ഇതായിട്ട് കൊണ്ടുപോകും. കണ്ടോ, കച്ചി വീഴുന്നുണ്ടോ. ഇനി കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അപ്പുറത്തെ ഭാഗം അത് അവർ കൊയ്യത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, പാടുള്ള സമയത്ത് അവരിങ്ങനെയാണ് എടുക്കുന്നത്. ഒരു ദിവസം കൊണ്ട് അതെല്ലാം കൊയ്ത് കഴിയും. കണ്ടോ, ഇതിന് ഇച്ചിരി ഭാഗം കൂടെ ഉള്ളു കൊയ്യാൻ. ഉണ്ടോ, കണ്ടോ, അവിടെ 2-3 പേര് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി വരുമ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കൊയ്ത്ത് മെഷീൻ ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ വരുമ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുവാന്നാ. കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ എനിക്കങ്ങ് പേടിയാവുക. പിന്നെ അവിടെ ഒരു കുഴി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട, കുഴിക്കകത്തോട്ട് വരത്തില്ല. കണ്ടോ, അങ്ങ് കണ്ടോ, കണ്ടോ അവിടെ കുറേ മുണ്ടികൾ നിൽക്കുന്നുണ്ടോ. കണ്ടോ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കൊയ്ത്ത് നടക്കുന്ന എപ്പോഴാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, ഏത് സമയത്താണെന്ന്. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സമയത്താണ് ഇങ്ങനെ കൊയ്ത്ത് നടക്കുന്നത്. പിന്നെ മഴ പെയ്യും. പിന്നെ അവിടെ എല്ലാം ഇത് ഉണക്കിയെടുക്കണമെങ്കിൽ ഒരു സമയം എടുക്കും. ഈ നെല്ലെല്ലാം ഉണക്കിയെടുക്കണമെങ്കിൽ. കണ്ടോ, ഫോട്ടോ ഷൂട്ടിങ്. കണ്ടോ, കൊയ്ത്തെല്ലാം കഴിഞ്ഞു. അത് വീണ്ടും ഇത് കൊണ്ടിടാൻ പോകും.